വരൂ സുഹൃത്തുക്കളെ, നമുക്ക് തെക്കേ അമേരിക്കയുടെ ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും സാമൂഹ്യപരവുമായ പശ്ചാത്തലത്തിലൂടെ ഒരു ചെറു യാത്ര നടത്താം. ഈ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂമിയിൽ ആദ്യം ഒരു കരയും ഒരു കടലും മാത്രമാണ് ഉണ്ടായിരുന്നത്. കര പാഞ്ചിയയും കടൽ പന്തലാസയും. പാഞ്ചിയ എന്ന കര വിഭജിച്ച് ഗ്വാണ്ടാനാലാൻഡും ലോറേഷ്യയും ഉണ്ടായി. ഇതിനിടയിലേക്ക് തെതിസ് എന്ന കടലും ഇരച്ചു കയറി. ഈ രണ്ട് കരഭാഗങ്ങൾ വിഭജിച്ചാണ് ഇന്നത്തെ 7 വൻകരകൾ ഉണ്ടായത്. ഇനി നമുക്ക് തെക്കേ അമേരിക്കയെക്കുറിച്ച് കൂടുതൽ അറിയാം. 13 രാജ്യങ്ങളാണ് തെക്കേ അമേരിക്കയിലുള്ളത്. അവ അർജന്റീന, ബൊളീവിയ, ബ്രസീൽ, ചിലി, കൊളംബിയ, എക്വഡോർ, ഫ്രഞ്ച് ഗയാന, ഗ്വാന, പരാഗ്വേ, പെറു, സുറിനാം, ഉറുഗ്വേ, വെനിസ്വേല എന്നിങ്ങനെയാണ്. തെക്കേ അമേരിക്കയുടെ മൊത്തം ജനസംഖ്യ 38,20,00,000-ഉം ജനസാന്ദ്രത 21.4 ചതുരശ്ര കിലോമീറ്ററും മൊത്തം വിസ്തീർണം 17,84,000 ചതുരശ്ര കിലോമീറ്ററും ആണ്. ഇന്ത്യയിലേക്കുള്ള യാത്രയുടെ ഭാഗമായി 1492-ൽ ക്രിസ്റ്റഫർ കൊളംബസ് ആണ് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും കണ്ടെത്തിയത്. എന്നാൽ ഇറ്റാലിയൻ പര്യവേഷകനായ അമരിഗോ വെസ്പൂച്ചി തെക്കേ അമേരിക്കയിൽ എത്തിപ്പെട്ടതിനു ശേഷമാണ് അമേരിക്ക എന്ന പേര് വന്നു ചേർന്നത്. ഇദ്ദേഹം തന്നെയാണ് മധ്യ അമേരിക്കയിലെ പർവ്വതനിരകളും കണ്ടുപിടിച്ചത്. അടുത്തതായി നമുക്ക് അമേരിക്കൻ പുൽമേടുകളെ പറ്റി പഠിക്കാം. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് തെക്കേ അമേരിക്കയിലെ പുൽമേടുകളെ പറ്റിയുള്ള മാപ്പാണ്. തെക്കേ അമേരിക്കയിൽ ലാനോസ്, ഗുയാനൻ സാവന്ന, ആമസോണിയൻ സാവന്ന, ലാനോസ് ഡി മാക്സോസ്, കെറാഡോ, പാൻറ്റനൽ, ചാക്കോ, പൂന, മോണ്ടെ, എസ്പിനൽ, പാമ്പാസ്, പാറ്റഗോണിയ എന്നിങ്ങനെ വ്യത്യസ്ത തരം പുൽമേടുകളുണ്ട്. സാവന്ന 2 പ്രദേശങ്ങളിലായാണ് കാണപ്പെടുന്നത്. ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഓറിനോക്കോ നദീതടത്തിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ലാനോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമധ്യരേഖയ്ക്ക് തെക്ക് ബ്രസീലിയൻ ഉന്നതതടത്തിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് കാമ്പോസ്. ചാക്കോ ബ്രസീലിയൻ ഉന്നതതടത്തിലും ആൻഡീസ് പർവ്വതനിരയ്ക്കും ഇടയിലാണ് ഈ ഭൂപ്രദേശം കാണപ്പെടുന്നത്. ഇവിടെ താരതമ്യേന മഴ വളരെ കുറഞ്ഞ അളവിലാണ് ലഭിക്കുന്നത്. പാമ്പാസ് അർജന്റീനയിലെ മിതോഷ്ണ പുൽമേടുകളാണ് പാമ്പാസ്. വർഷം മുഴുവൻ തണുത്ത അന്തരീക്ഷ സ്ഥിതിയാണെങ്കിലും വേനൽക്കാലത്ത് നേരിയ അളവിൽ മഴ ലഭിക്കുന്നു. ഈ മേഖലയിലെ ജനങ്ങളുടെ മുഖ്യ തൊഴിൽ ഗോതമ്പ് കൃഷിയും ആടുമാട് വളർത്തലുമാണ്. കന്നുകാലി മേയ്ക്കൽ. വിസ്തൃതമായ പുൽമേടുകൾ തെക്കേ അമേരിക്കയിൽ ഉള്ളതിനാൽ കന്നുകാലി മേയ്ക്കൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു മുഖ്യ തൊഴിലായി മാറിയിരിക്കുന്നു. പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, ഇറച്ചി എന്നിവയ്ക്കായി കന്നുകാലികളെ പ്രയോജനപ്പെടുത്തുന്നു. മാംസ സംസ്കരണം ഇവിടുത്തെ ഒരു പ്രധാന വ്യവസായമായി മാറിയിരിക്കുന്നു. അർജന്റീന, ചിലി എന്നിവിടങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിൽ ചെമ്മരിയാടിനെ വൻതോതിൽ വളർത്തുന്നു. മത്സ്യബന്ധനം. ലോകത്തെ മൊത്തം മത്സ്യബന്ധനത്തിന്റെ 20% തെക്കേ അമേരിക്കയുടെ സംഭാവനയാണ്. പെറുവിന്റെയും ചിലിയുടെയും തീരപ്രദേശങ്ങൾ ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന മേഖലകളിൽ ഒന്നാണ്. ജനജീവിതം. ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നീ വൈവിധ്യങ്ങൾ തെക്കേ അമേരിക്കയിലെ മനുഷ്യജീവിതം രൂപപ്പെടുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഫലപുഷ്ടമായ മണ്ണും അനുകൂലമായ കാലാവസ്ഥയും മെച്ചപ്പെട്ട ഗതാഗത സൗകര്യങ്ങളും ഉള്ള തീരസമതലങ്ങളിലാണ് ജനസാന്ദ്രത കൂടുതലായി കാണപ്പെടുന്നത്. അധികം ജനങ്ങളും ഗ്രാമങ്ങളിലാണ് വാസമുറപ്പിച്ചിട്ടുള്ളത്. കൃഷി. ആകെ ജനസംഖ്യയുടെ പകുതിയിലധികം ജനങ്ങളുടെയും തൊഴിൽ കൃഷിയാണ്. ഗോതമ്പും ചോളവുമാണ് ഇവിടുത്തെ പ്രധാന ധാന്യവിളകൾ. കാപ്പി, കൊക്കോ, കരിമ്പ്, പരുത്തി, നേന്ത്രവാഴ എന്നിവയും കൃഷി ചെയ്തു വരുന്നു. ബ്രസീൽ, വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ എന്നിവ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നതിൽ പേരുകേട്ടവരാണ്. ലോകത്തിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിയിൽ പകുതിയിലധികവും ബ്രസീലിലാണ് ഉണ്ടാക്കുന്നത്. 2,26,800 മെട്രിക് ടൺ കൊക്കോ 1966-ൽ തെക്കേ അമേരിക്ക ഉൽപ്പാദിപ്പിച്ചതിൽ
1,38,000 ബ്രസീലിൽ നിന്നു മാത്രമാണ്. പരുത്തിയുടെ കാര്യത്തിൽ ലോകകമ്പോളത്തിൽ തെക്കേ അമേരിക്കയ്ക്ക് പറയത്തക്ക സ്ഥാനമില്ല. എങ്കിലും ബ്രസീലിലും പെറുവിലും പരുത്തി ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. ഇനി നമുക്ക് തെക്കേ അമേരിക്കയുടെ കാലാവസ്ഥയെപ്പറ്റി പഠിക്കാം. തെക്കേ അമേരിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ദക്ഷിണാർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കേ അമേരിക്കയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വൻകരയുടെ വലിപ്പം, ആൻഡീസ് പർവ്വതനിരയുടെ കിടപ്പ്, കാറ്റുകൾ, സമുദ്രജല പ്രവാഹങ്ങൾ തുടങ്ങിയവ. ഇനി നമുക്ക് തെക്കേ അമേരിക്കയിലെ നദികളെ പരിചയപ്പെടാം. ആമസോൺ നദി ലോകത്തിൽ വച്ച് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദിയാണ് തെക്കേ അമേരിക്കയിലെ ആമസോൺ. ലോകത്തിലെ ഏറ്റവും വലുപ്പമേറിയ നദീതടവും ആമസോണിൻ്റേതു തന്നെ. മഴക്കാലത്ത് ഈ നദിയുടെ വീതി ഏതാണ്ട് 190 കിലോമീറ്റർ വരെ വർദ്ധിക്കുന്നു. വീതി വളരെ കൂടിയത് നദിയായതിനാൽ ആമസോണിന് കുറുകെ പാലം നിർമ്മിക്കൽ പ്രായോഗികമല്ല. ഉഷ്ണമേഖലാ മഴക്കാടുകളിലൂടെയാണ് ഈ നദിയുടെ സിംഹഭാഗവും ഒഴുകുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് തെക്കേ അമേരിക്കയിലെ മറ്റൊരു നദിയായ ഒറിനോക്കോ ആണ്. ഇത് ഒറിനോക്കോ നദിയിലെ ഒരു വെള്ളച്ചാട്ടമാണ്. പനാമ കനാൽ 77 കിലോമീറ്റർ നീളത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിച്ചിട്ടുള്ള കനാലാണ് പനാമ കനാൽ. 1914 ആഗസ്റ്റ് 15 ഔദ്യോഗികമായി തുറക്കപ്പെട്ടു. ആയിരക്കണക്കിന് കപ്പലുകളാണ് ഓരോ വർഷവും പനാമ കനാൽ മുറിച്ചു കടന്ന് അറ്റ്ലാന്റിക്കിലേക്കും പസഫിക്കിലേക്കും സഞ്ചരിക്കുന്നത്. ആൻഡീസ് പർവ്വതനിര വടക്ക് കരീബിയൻ കടൽ മുതൽ തെക്ക് ഹോൺ മുനമ്പ് വരെ 7250 കിലോമീറ്റർ നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആൻഡീസ്. നീളത്തിൽ ലോകത്തിൽ 1-ാം സ്ഥാനവും ഉയരത്തിൽ 2-ാം സ്ഥാനവുമാണ് ഈ പർവ്വതനിരയ്ക്കുള്ളത്. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് അക്കോൻകാഗുവ. ഈ പർവ്വതനിരയുടെ പല ഭാഗങ്ങളും സജീവ അഗ്നിപർവ്വതങ്ങളാണ്. എൽനിനോ 3 വർഷം മുതൽ 7 വർഷം വരെയുള്ള ഇടവേളകളിൽ ക്രിസ്തുമസ് സമയത്ത് പെറുവിൻ്റെ തീരത്തുള്ള പസഫിക് സമുദ്രഭാഗം ക്രമാതീതമായി ചൂടുപിടിക്കുന്നു. മത്സ്യത്തൊഴിലാളികളാണ് ഈ പ്രതിഭാസം ആദ്യമായി കണ്ടെത്തിയത്. ഈ പ്രതിഭാസത്തെ എൽനിനോ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ പ്രതിഭാസം പെറുവിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുകയും ശക്തമായ മഴയ്ക്കോ കടുത്ത വരൾച്ചയ്ക്കോ കാരണമാവുകയും ചെയ്യുന്നു. ഇത് എൽനിനോ വരുന്നതിനു മുമ്പ് നീർനായകൾ കരയിൽ കയറി നിൽക്കുന്നതിൻ്റെ ഒരു രംഗമാണ്. ഇനി നമുക്ക് തെക്കേ അമേരിക്കൻ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാം. 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകത്തിൽ തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് മാറുകയുണ്ടായി. ചിലി, ഉറുഗ്വായ്, ബ്രസീൽ, അർജന്റീന, ഇക്വഡോർ, ബൊളീവിയ, പരാഗ്വേ, വെനിസ്വേല തുടങ്ങിയ രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രനേതാക്കൾ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണിത് സംഭവിച്ചത്. ഇടതുപക്ഷ ചിന്താഗതി നിലനിൽക്കുന്നുവെങ്കിലും കൂടുതലും സ്വതന്ത്ര വിപണിയെ സ്വാഗതം ചെയ്യുന്നവയാണ് ഭൂരിഭാഗവും. ഇനി നമുക്ക് തെക്കേ അമേരിക്കയിലെ 2 ലോകാത്ഭുതങ്ങളെ പരിചയപ്പെടാം. ഇത് വിമോചകനായ ക്രിസ്തു എന്നറിയപ്പെടുന്ന വലുപ്പമേറിയ ഒരു പ്രതിമയാണ്. ഇത് മാച്ചു പിച്ചു എന്നറിയപ്പെടുന്നു. അവസാനമായി നമുക്ക് തെക്കേ അമേരിക്കൻ വ്യവസായത്തെക്കുറിച്ചറിയാം. ധാതുവിഭവങ്ങളുടെ ലഭ്യത തെക്കേ അമേരിക്കയിൽ വ്യാവസായിക പുരോഗതിക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇരുമ്പുരുക്ക്, പരുത്തിത്തുണി, കമ്പിളിത്തുണി, പഞ്ചസാര, ഭക്ഷ്യസംസ്കരണം, എണ്ണശുദ്ധീകരണം, രാസവസ്തുക്കൾ, ഓട്ടോമൊബൈൽ,
തുകൽ എന്നിവ പ്രധാന വ്യവസായങ്ങളാണ്. വ്യവസായങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന രാജ്യങ്ങളാണ് ബ്രസീൽ, അർജന്റീന, ഉറുഗ്വേ, വെനസ്വേല, പെറു, ചിലി എന്നിവ. ഈ ദൗത്യത്തിൽ ഞങ്ങളുടെ പ്രേരകശക്തിയായത് സാമൂഹ്യശാസ്ത്രം അധ്യാപകൻ രാധാകൃഷ്ണൻ മാസ്റ്ററാണ്. വിജ്ഞാനത്തിൻ്റെയും കൗതുകങ്ങളുടെയും മണ്ഡലത്തിലൂടെയുള്ള ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.